പ്രേക്ഷകരെ, പെരുന്നയിൽ രമേശ് ചെന്നിത്തല എത്തുമ്പോൾ അങ്ങ് തിരുവനന്തപുരത്ത് രാജ്ഭവനിൽ കേരളത്തിന്റെ പുതിയ ഗവർണറായി രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ എത്തിക്കഴിഞ്ഞു. ഇന്നിപ്പോൾ സത്യപ്രതിജ്ഞാ ചടങ്ങാണ്. രാജ്ഭവനിൽ പ്രത്യേകം സജ്ജീകരിച്ച പന്തലിൽ രാവിലെ 10:30 ചടങ്ങ്. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ മധുകർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ചീഫ് സെക്രട്ടറിയും ചടങ്ങിൽ പങ്കെടുക്കും. സംസ്ഥാനത്തിന്റെ 23ാമത് ഗവർണറായാണ് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. സുനിഷ അയ്യല്ലൂർ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സുനിഷ അയ്യല്ലൂർ, വെരി ഗുഡ് മോർണിംഗ്. ഇന്ന് രാജ്ഭവനിൽ പുതിയ ഗവർണർ എത്തുകയാണ്. സത്യപ്രതിജ്ഞാ വാചകം ചൊല്ലിക്കൊടുക്കുമ്പോൾ നേരത്തെ പോയ ഗവർണറുമായി സർക്കാരിനുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ എല്ലാം മറന്നൊരു പുതിയ അധ്യായം കുറിക്കാൻ പോവുകയാണ് സംസ്ഥാന സർക്കാരും. ഇന്നലെ ഊഷ്മളമായ വരവേൽപ്പാണ് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറിന് സംസ്ഥാന സർക്കാരും നൽകിയത്. ആരിഫ് മുഹമ്മദ് ഖാനെ യാത്രയക്കാൻ പോവാത്ത സർക്കാർ ഇന്നലെ പുതിയ ഗവർണറെ സ്വാഗതം ചെയ്യാൻ പോയത് 2 മന്ത്രിമാരും മുഖ്യമന്ത്രിയും അടക്കമാണ്. അപ്പോൾ ഇന്ന് ആ ഊഷ്മളമായ ആ സ്വീകരണത്തിന്റെ തുടർച്ചയാവില്ലേ ഇന്നത്തെ സത്യപ്രതിജ്ഞാ ചടങ്ങും? ഉറപ്പായിട്ടും വരുൺ, അതിലൊരു സംശയവുമില്ല എന്നുള്ളത് തന്നെയാണ്. കൃത്യമായി കഴിഞ്ഞ ദിവസം വൈകുന്നേരം എങ്ങനെയാണോ അർലേക്കർ ഈ കേരളത്തിലേക്ക് എത്തിയപ്പോൾ സർക്കാർ സ്വീകരിച്ചത് എന്ന് നമ്മൾ കണ്ടതാണ്. ഏതായാലും സംഭവബഹുലമായ 5 വർഷത്തിന് ശേഷം പുതിയ ഗവർണർ ഇവിടേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തിന് ഏതായാലും അതേ രീതിയിലുള്ള ശൈലി തുടരുമോ എന്ന സംശയമൊക്കെ തന്നെയും പല ഭാഗത്തു നിന്നും ഉയരുന്നുണ്ടെങ്കിലും എന്താകുമെന്നൊക്കെ തന്നെയും കണ്ടറിയാം. ഇന്ന് സത്യപ്രതിജ്ഞയിലേക്ക് കടക്കുകയാണ്. ഏതായാലും രാജേന്ദ്ര വിശ്വനാഥ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത ചുമതലയേൽക്കും. രാജ്ഭവനിൽ പ്രത്യേകം സജ്ജീകരിച്ച പന്തലിൽ 10:30 ഈ ചടങ്ങുകൾ പറഞ്ഞിരിക്കുന്നത്. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ മധുകർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. മുഖ്യമന്ത്രി, മന്ത്രിമാർ, പ്രതിപക്ഷ നേതാവ്, ചീഫ് സെക്രട്ടറി, DGP അടക്കമുള്ളവർ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് നിയുക്ത ഗവർണർക്ക് പോലീസ് ഗാർഡ് ഓഫ് ഓണർ നൽകും. ഈ പറഞ്ഞതുപോലെ പല സംശയങ്ങൾ ഉയരുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം നേരത്തെ ആരിഫ് മുഹമ്മദ് ഖാൻ ഉള്ളപ്പോൾ ഈ 5 വർഷം എങ്ങനെയായിരുന്നു സർക്കാർ ഗവർണർ പോരി എന്നത് ഒരുപക്ഷെ നമ്മൾ തന്നെ ഇങ്ങനെ പല കുറി പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയാകുമോ ഇനി വരുന്ന ഘട്ടങ്ങൾ, അതേ ശൈലി അർലേക്കറും തുടരുമോ എന്നത് തന്നെയാണ് പ്രധാന സംശയമായും ഉയരുന്നത്. ഒരുപക്ഷെ ഈ പറയുന്നത് പോലെ നിയമസഭാ സമ്മേളനം തുടരാൻ ഒരുക്കുകയാണ്. ഈ അത്തരത്തിലുള്ള കാര്യങ്ങൾ, നയപ്രഖ്യാപനത്തോടെയുള്ള നിയമസഭാ സമ്മേളനം. അതുകൊണ്ട് തന്നെ പുതിയ ഗവർണറുടെ നയപ്രഖ്യാപനം എന്തായിരിക്കും എന്നതടക്കമുള്ളത് ആകാംക്ഷയോടെ തന്നെയാണ് കേരളം കാത്തു നിൽക്കുന്നത് എന്നത് ഒരു കാര്യം. ഒപ്പം ഉപലോകായുക്ത, ഈ പുതിയ ഉപലോകായുക്ത നിയമനം അടക്കമുള്ള ശുപാർശകൾ സർക്കാർ നേരത്തെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മുന്നിൽ വെച്ചിരുന്നു. പക്ഷെ അതൊന്നും ഒപ്പിടാതെയാണ് ഗവർണർ തിരിച്ച് ബീഹാറിലേക്ക് മടങ്ങിയത്. പക്ഷേ പുതിയ ഗവർണർ വരുമ്പോൾ അതിലെടുക്കുന്ന നിലപാട് എന്തായിരിക്കും? അങ്ങനെ നിരവധി ചോദ്യങ്ങൾ മുന്നിലുണ്ട് എന്നതാണ്. സർക്കാർ ഏതായാലും കഴിഞ്ഞ ദിവസം ഗംഭീരമായ ഒരു ഊഷ്മള സ്വീകരണം തന്നെയാണ് അർലേക്കർക്ക് നൽകിയത്. പക്ഷേ വിവിധ കോണിൽ നിന്ന് ഉയർന്നൊരു പ്രശ്നം, ഒരു വിവാദം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വാദം എന്ന് പറയുന്നത് ഗവർണർ, ഇവിടെ മുൻ ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ ഒരു യാത്രയയപ്പ് നൽകാൻ പോലും തയ്യാറായില്ല എന്നതാണ്. അന്ന് മുൻ പ്രധാനമന്ത്രി മരണപ്പെട്ടതുകൊണ്ടാണ്, അല്ലെങ്കിൽ അതുകൊണ്ടാണ് ഈ ചടങ്ങുകൾ ഒഴിവാക്കിയത് എന്നതായിരുന്നു സർക്കാരിൻ്റെ വാദമായി ഉണ്ടായിരുന്നത്. പക്ഷേ അതിനുശേഷം വലിയൊരു സ്വീകരണം പുതിയ ഗവർണർക്ക് നൽകുന്നു എന്നതാണ്. അതുകൊണ്ട് തന്നെ ഇനി എന്തായിരിക്കും സർക്കാരിൻ്റെയും ഗവർണറിൻ്റെയും ഒരു മുന്നോട്ട് പോക്ക് എന്നത് അറിയേണ്ടതുണ്ട്. അല്പസമയത്തിന് 10:30 തന്നെ ഈ ഗവർണർ സത്യപ്രതിജ്ഞ ചെയ്ത ചുമതലയേൽക്കുകയും ചെയ്യും. ഒരുപക്ഷെ ഗോവയിലെ പരിസ്ഥിതി മന്ത്രിയും സ്പീക്കറും ഒക്കെ ആയതിനു ശേഷമാണ് ഗവർണറായി മാറുന്നത്. അന്ന് ഹിമാചൽ പ്രദേശിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നതിന് ശേഷമാണ് അർലേക്കർ ഗവർണറായി അവിടെ എത്തുന്നത്. അതിനുശേഷം നിരവധി അവിടെയുള്ള ചില കാര്യങ്ങൾ പ്രകാരം എനിക്ക് തോന്നുന്നു കോളേജുകളിലേക്കും സ്കൂളുകളിലേക്കും നേരിട്ട് പോയി, ഈ തൊഴിലിടങ്ങളിലും ഒക്കെ തന്നെയും നേരിട്ട് പോയി എത്തുന്ന ഒരു ഗവർണറായിരുന്നു അദ്ദേഹം എന്നാണ്. രാജ്ഭവനിൽ നിന്ന് എല്ലാ കാലത്തും പുറത്തേക്ക് ഇറങ്ങിയ ഒരാൾ തന്നെയാണ് അർലേക്കർ എന്നുള്ളത് തന്നെയാണ്. ആർക്കും സന്ദർശകരായി രാജ്ഭവനിലേക്ക് കയറാനുള്ള ഒരു സ്വാതന്ത്ര്യം അന്ന് ഹിമാചൽ പ്രദേശിൽ ഉണ്ടായിരുന്നു എന്നതടക്കം പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെയും അദ്ദേഹം അത് തുടരുമോ എന്നതാണ്. ആരിഫ് മുഹമ്മദ് ഖാനെ സംബന്ധിച്ചിടത്തോളം ഏത് സമയത്തും അവൈലബിൾ ആയ ഒരു ഗവർണർ എന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു. ഒരു പക്ഷേ നമ്മൾ ഏത് സമയത്ത് മൈക്ക് നീട്ടിയാലും എന്തും പറയാൻ സന്നദ്ധത കാണിച്ച് മുന്നോട്ടേക്ക് വരുന്ന ഒരു ഗവർണർ, അങ്ങനെ ഏത് സമയത്തും അവൈലബിൾ ആകുന്ന, ഒരു പക്ഷേ മാധ്യമങ്ങൾക്ക് മുന്നിൽ തന്നെ അവൈലബിൾ ആകുന്ന ഗവർണർ ആയിരിക്കുമോ അർലേക്കർ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇനി വരുന്ന ദിവസങ്ങളിൽ അറിയേണ്ടതുണ്ട്. അന്ന് ഈ പറയുന്നത് പോലെ ഹിമാചൽ പ്രദേശുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില കാര്യങ്ങളിൽ, ഈ സർവകലാശാലയിലെ ഈ VC നിയന്ത്രണവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ ചില പ്രശ്നങ്ങളുണ്ട്. ഈ തുറന്നു പറച്ചു, ഈ മുഖ്യമന്ത്രിക്ക് മുന്നിൽ വെച്ച് തന്നെ അർലേക്കർ തുറന്നടിച്ചൊരു സംഭവം ഉണ്ടായിരുന്നു. അതിനുശേഷം മുഖ്യമന്ത്രി തന്നെ ഗവർണറുമായി സംസാരിച്ച് അത്
മാറ്റുന്ന തരത്തിലേക്കൊക്കെ തന്നെയും അന്ന് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു അതേ രീതിയിൽ തന്നെ ഇവിടെ തുടരും. ഒരുപക്ഷെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഏറ്റവും അധികം സർക്കാരുമായി പോരിലിറങ്ങിയത് അത് സർവകലാശാലയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ അർലേക്കർ വരുമ്പോൾ ഇനി എന്തായിരിക്കും അതിൽ മാറ്റമുണ്ടാവുക, എങ്ങനെയായിരിക്കും സർക്കാരുമായിട്ടുള്ള ഒരു ഒത്തുചേരൽ, അതാണ് നമുക്ക് അറിയേണ്ടത്. ഗവർണർ ആരിഫ് മുഹമ്മദ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം എന്തുമാവട്ടെ സുനിഷ, അദ്ദേഹം ഗോവയിൽ സ്പീക്കറായിരിക്കുന്ന സമയത്ത് ഒരു പേപ്പർലെസ് അസംബ്ലി അദ്ദേഹം കൊണ്ടുവന്നു. ഗോവയിലെ എല്ലാ നിയമസഭാ നടപടികളും യഥാർത്ഥത്തിൽ പേപ്പർലെസ് ആയിട്ട്, പേപ്പർ രഹിതമായിട്ട് നടപ്പാക്കി. സമ്പൂർണ്ണ ഡിജിറ്റലൈസേഷൻ കൊണ്ടുവരുന്നത് ഈ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഗോവയിൽ ഗവർണറായിട്ടിരിക്കുമ്പോഴാണ്. ബീഹാറിലല്ല, ഗോവയിൽ. ബീഹാർ സ്പീക്കറായിട്ടിരിക്കുമ്പോഴാണ്. ബീഹാറിൽ പിന്നീട് അദ്ദേഹം ഗവർണറായിട്ട് പോയി. ഹിമാചൽ പ്രദേശിലും അദ്ദേഹം ഗവർണറായിട്ട് പോകുന്നതും നമ്മൾ കണ്ടു. തീർച്ചയായിട്ടും അർലേക്കർക്ക് ഒരു BJP പശ്ചാത്തലമുണ്ട്, ഒരു സംഘപരിവാർ പശ്ചാത്തലമുണ്ട്. അത് പക്ഷേ അദ്ദേഹം ഗവർണർ എന്ന നിലയിൽ ബീഹാറിൽ കാര്യമായിട്ട് പ്രയോഗിച്ചിട്ടില്ല. 2-3 സന്ദർഭങ്ങളിൽ നമ്മൾ അദ്ദേഹത്തെ കേട്ടിട്ടുണ്ട്, വിവാദ പ്രസ്താവനകളൊക്കെ നടത്തി. പക്ഷേ കേരളത്തിലേക്ക് എത്തുമ്പോൾ അദ്ദേഹം എങ്ങനെയാണോ ഗോവയിലെ സ്പീക്കർ എന്ന നിലയിൽ ശ്രദ്ധയാകർഷിച്ചത്, അതേപോലെ ഇന്നോവേറ്റീവായി, എന്നാൽ സർക്കാരുമായി സഹകരിച്ചുകൊണ്ട്, അക്കോമഡേറ്റ് ചെയ്തുകൊണ്ട്, എന്നാൽ സർക്കാർ ചെയ്യുന്ന ഏതെങ്കിലും മോശം കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെ എതിർത്തുകൊണ്ടും അർലേക്കർ മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് നമ്മുടെ കണക്കുകൂട്ടൽ. ഒരു പോർമുഖം തുറക്കാതെ സമവായത്തിലൂടെ മുന്നോട്ട് പോകട്ടെ രാജ്ഭവനും ക്ലിഫ് ഹൗസും. അപ്പോഴല്ലേ നമ്മുടെ നാട്ടിൽ വികസനം ഉണ്ടാവുക.